പ്രൊഡക്റ്റ് സാമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ് വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. പ്രൊഡക്റ്റ് സാമ്പിൾസ് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു എഫക്റ്റീവ് സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ സെയിൽസ് വർദ്ധിപ്പിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിന് നിങ്ങളുടെ പ്രൊഡക്ട്സ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. അപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്ട്രാറ്റജി വർക്ക് ആവുന്നത്. ഇത്തരത്തിൽ സാമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് സ്റ്റെപ്സാണ് ഈ ഒരു വീഡിയോയിൽ നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഓഡിയൻസിൻ്റെ താല്പര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അവരുടെ നീഡ്സ് എന്താണെന്നുള്ളതും അവരുടെ പെയിൻ പോയിൻറ്റ്സ് എന്താണെന്നുള്ളതും. ഇപ്പം മേ ബി ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അത് ഹെഡ്ഫോൺസിൻ്റെ സ്റ്റാൻഡാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഹെഡ്ഫോൺസ് എപ്പോഴും ടേബിളിൻ്റെ മുകളിൽ അലക്ഷ്യമായിട്ട് ഇങ്ങനെ വലിച്ചിടുന്ന ഒരു ഹാബിറ്റ് ഉള്ളതാണല്ലേ. അപ്പോൾ ആളുകൾക്ക് അതൊരു പെയിൻ പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനൊരു റിലീഫ് എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ പ്രൊഡക്റ്റായിട്ടുള്ള ഹെഡ്ഫോൺ സ്റ്റാൻഡ് നിങ്ങൾ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആളുകളുടെ പെയിൻ പോയിൻറ്റ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിന് ഒരു റെമഡി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങൾ അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി നന്നായിട്ട് റീച്ച് ആവും. ഇതിൽ തന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യമാണ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഓഡിയൻസിനെ നിങ്ങൾ പല സെഗ്മെൻ്റായിട്ട് ഡിവൈഡ് ചെയ്യാം. അവരുടെ ഡെമോഗ്രാഫിക്സിൻ്റെ ബേസിൽ, സൈക്കോഗ്രാഫിക്സിൻ്റെ ബേസിൽ, അവരുടെ ബൈയിങ് ബിഹേവിയറിൻ്റെ ബേസിസിലെല്ലാം നിങ്ങൾക്കൊരു സിമ്പിളായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഓഡിയൻസിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ അവരെ ഡിവൈഡ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് പ്രൊഡക്ട്സ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സാമ്പിളായിട്ട് ഓഫർ ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യുന്ന പ്രൊഡക്ട്സ്, അതായത് നിങ്ങളുടെ ബ്രാൻഡിനെ ബെസ്റ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന പ്രൊഡക്ട്സ് നിങ്ങൾ സെലക്ട് ചെയ്യാം. എന്തിനാണോ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഉള്ള പൊട്ടൻഷ്യൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പ്രൊഡക്ട്സിനെ നിങ്ങൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിൽ തന്നെ പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ പുതിയ ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് അത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, കുറച്ചുകൂടി എക്സൈറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പിൾസ് ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ സെയിൽസ് ഡ്രൈവ് ചെയ്യാനായിട്ട് അത് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അടുത്തൊരു കാര്യമാണ് ഒരു സാമ്പിളിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള സാമ്പിൾസ് ഓഫർ ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ളത് ഇവിടെ തീരുമാനിക്കുക. അതായത് നിങ്ങൾക്ക് ബ്രാൻഡ് അവയർനെസ് കൂട്ടാനാണോ, ആളുകൾ ഒരു 10 പേര് എൻ്റെ ബ്രാൻഡിനെ പറ്റി അറിയണം എന്നുള്ളതാണോ നിങ്ങളുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ അതാണ് ബ്രാൻഡ് അവയർനെസ് എന്ന് പറയുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് പുതിയ പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യലാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത്, ഇനി അതല്ല സെയിൽസ് ബൂസ്റ്റ് ചെയ്യലാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത്. അങ്ങനെ എന്താണോ നിങ്ങളുടെ ഗോൾ എന്നുള്ളത് നിങ്ങൾ ഡിഫൈൻ ചെയ്ത് വെക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ടൈമിംഗ് എന്നുള്ളത്. അതായത് എന്നാണ് നിങ്ങൾക്ക് സാമ്പിൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തുടങ്ങേണ്ടത്, എവിടെയൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ റീജിയനിലാണ് നിങ്ങൾക്ക് സാമ്പിൾസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾ ഈ ഒരു സാമ്പിളിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ മേ ബി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇവൻറ്റ് വരുന്നുണ്ട്, ഓണം വരുന്നുണ്ട്, അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആവുന്ന പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ ഒരു ഇവൻറ്റ് വരുന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു ടൈമിലേക്ക് നമുക്ക് ഇത്തരത്തിൽ സാമ്പിൾസ് ഓഫർ ചെയ്യാം. ഏതെങ്കിലും സീസൺ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലോഞ്ചസിനൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ ടൈമിംഗ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ തന്നെയാണ് നമുക്ക് എത്ര സാമ്പിൾസ് പെർ കസ്റ്റമർ ഓഫർ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാം. അതുപോലെ തന്നെ ഇവൻറ്റ് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ എത്ര പ്രൊഡക്റ്റ് സാമ്പിൾസ് നമുക്ക് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. നിങ്ങളുടെ ഗോൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് തീരുമാനമെടുക്കാം. അടുത്തതാണ് ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ സാമ്പിളിങ്ങിനായിട്ട് സെലക്ട് ചെയ്യുന്ന ലൊക്കേഷൻ ഒരു ഹൈ ട്രാഫിക് ഏരിയ ആയിരിക്കണം, ഒരു പെർട്ടിക്കുലർ ട്രേഡ് ഷോ അല്ലെങ്കിൽ എക്സിബിഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റ്, ഇങ്ങനെ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എവിടെയാണോ വരുന്നത് ആ ഒരു ലൊക്കേഷനിൽ നിങ്ങൾക്ക് ഓഫർ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ സ്ട്രാറ്റജിക്കായിട്ട് പ്ലാൻ ചെയ്യണം, ഏത് ലൊക്കേഷനാണ് നിങ്ങളുടെ സാമ്പിൾസ് ഓഫർ ചെയ്യാനായിട്ട് ബെറ്റർ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കസ്റ്റമേഴ്സിന് ഒരു എൻഗേജിങ് എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കേജിങ്, അതായത് ആളുകളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന രീതിയിലുള്ള പാക്കേജിങ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഒബ്വിയസ്ലി നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് ആളുകളിലേക്ക് എത്താനായിട്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്, അതായത് പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ അടങ്ങിയിട്ടുള്ളത്, പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത്, പ്രൊഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഇൻസ്ട്രക്ഷൻസ്, ഇതൊക്കെ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാനായിട്ടത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. മറ്റൊരു കാര്യമാണ് ഇൻട്രാക്റ്റീവ് ഡെമോൺസ്ട്രേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ പ്രൊഡക്റ്റിന് സ്യൂട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ലൈവായിട്ടുള്ള ഡെമോൺസ്ട്രേഷൻ, ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള എക്സ്പീരിയൻസ് ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഷോക്കേസ് ചെയ്യുന്ന രീതിയിൽ. ഇങ്ങനെ ആകുമ്പോഴും ആളുകൾക്ക് അതൊരു എൻഗേജിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ സാധാരണ എക്സിബിഷനിലൊക്കെ പോകുമ്പോൾ കാണുന്നത് ഇതാണ്.
അടുത്തതാണ് മെഷർ ആൻഡ് ട്രാക്ക് റിസൾട്ട്സ് എന്നുള്ളത്. നിങ്ങൾ സാമ്പിളിംഗ് സ്ട്രാറ്റജി ഒക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട്സ് എന്താണെന്നുള്ളത് നിങ്ങൾ മെഷർ ചെയ്യുക, അത് ട്രാക്ക് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സിനെ മെഷർ ചെയ്താൽ മതിയാവും നിങ്ങളുടെ സാമ്പിളിംഗ് ക്യാമ്പയിന് എത്രത്തോണ്ട് സക്സസ്ഫുൾ ആയി എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോണ്ട് സെയിൽസ് ഉണ്ടായി, ആളുകൾ എത്രത്തോണ്ട് നിങ്ങളുടെ ബ്രാൻഡ് റീകോൾ ചെയ്യുന്നു എന്നുള്ളത്, കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെ വരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇത്തരത്തിൽ സാമ്പിളിംഗ് ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡാറ്റ കളക്ട് ചെയ്യാവുന്നതാണ്. ആ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സാമ്പിളിംഗ് ക്യാമ്പയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആളുകളിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് അത് സെയിൽസിനെയും കസ്റ്റമർ എൻഗേജ്മെൻറ്റിനെയും എല്ലാം എഫക്റ്റ് ആയത്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തൊരു കാര്യമാണ് കസ്റ്റമേഴ്സിൻ്റേത് ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ളത്. സാമ്പിൾസ് ആരൊക്കെ റിസീവ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്തുനിന്ന് ഫീഡ്ബാക്ക് എടുക്കുക, എങ്ങനെയാണ് അവരുടെ എക്സ്പീരിയൻസ്, എന്തൊക്കെയാണ് അവരുടെ പ്രിഫറൻസസ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്തതാണ് ഫോളോ അപ്പ് ആൻഡ് കൺവേർട്ട് എന്നുള്ളത്. അതായത് സാമ്പിൾസ് എടുത്ത കസ്റ്റമേഴ്സിനെ നിങ്ങളൊന്നും കൂടി കോണ്ടാക്ട് ചെയ്യുക, അതിനുശേഷം അവരെ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഒരു മെയിൻ കാര്യം വരുന്നത്. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡിസ്കൗണ്ട്സ് ഓഫർ ചെയ്യാം, പ്രൊമോഷൻസ് ഓഫർ ചെയ്യാം. അപ്പോൾ കൂടുതലായിട്ട് അവർക്കൊരു പർച്ചേസ് ചെയ്യാനായിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരു ഓഫേഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെയിലായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസസ് അധികമാണ്. പിന്നെ ഇത്തരത്തിൽ സാമ്പിളിംഗ് കൊടുത്തതിന് ശേഷം അവരുടെ അടുത്തുനിന്ന് കോൺടാക്റ്റ് ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നമുക്ക് ഫോളോ അപ്പ് ഇമെയിൽസ് കൊടുക്കാനും പേഴ്സണലൈസ്ഡ് ആയിട്ട് ആളുകൾക്ക് എന്താണോ ആവശ്യം അവരുടെ ആവശ്യത്തിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് അവരെ നീഡ് അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ള രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു കോൺടാക്റ്റ് ഇൻഫർമേഷൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ അവർക്ക് കുറച്ചും കൂടി എൻകറേജ്മെൻ്റ് ആയിരിക്കും ആ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട്. അടുത്തൊരു ഓപ്ഷനാണ് അനലൈസ് ആൻഡ് ഇറ്ററേറ്റ് എന്നുള്ളത്. നിങ്ങളുടെ ക്യാമ്പയിൻ റിസൾട്ട് എന്താണെന്നുള്ളത് നോക്കുക, അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാം അതൊരു സക്സസ്ഫുൾ ആയിരുന്നോ അല്ലെങ്കിൽ അത് ഫെയിലിയർ ആയിരുന്നോ എന്നുള്ളതെല്ലാം. അപ്പോൾ ക്യാമ്പയിൻ സ്ട്രാറ്റജി സക്സസ് ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വർക്കായത്, ഏതൊക്കെ ഏരിയാസിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റിന് സ്കോപ്പ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി വയ്ക്കാം. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള സാമ്പിളിംഗ് ക്യാമ്പയിൻസ് ചെയ്യുന്ന സമയത്ത് ആ ഡാറ്റ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളൊരു അനാലിസിസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തു നിന്നുള്ള ഇൻസൈറ്റ്സ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പിളിംഗ് അപ്രോച്ച് കുറച്ചുകൂടി ഡിഫൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഫ്യൂച്ചറിൽ നിങ്ങൾ ക്യാമ്പയിൻസ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു കാര്യമാണ് റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാനും ലോയാലിറ്റി ബിൽഡ് ചെയ്യാനും സാമ്പിളിംഗ് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ആളുകളിൽ ഇപ്പം സ്ഥിരമായിട്ട് നിങ്ങളുടെ പ്രൊഡക്ട്സ് എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒരു സാമ്പിളായിട്ട് കൊടുക്കാം. കാരണം അവർ ഓൾറെഡി നിങ്ങളുടെ കസ്റ്റമറാണ്, നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വാല്യൂ എന്താണെന്ന് റിയലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഡെലിവർ ചെയ്യുന്നതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള കസ്റ്റമർ സർവീസും നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നിലവിലുള്ള കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാനും അവർ കൂടുതലായിട്ട് റിപ്പീറ്റ് പർച്ചേസസ് നടത്താനായിട്ടുള്ള ചാൻസസ് ഇമ്പ്രൂവ് ചെയ്യാനും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്.